ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഞാൻ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ചേച്ചി എനിക്ക് തന്നൊരു സമ്മാനമാണ്. ഇതൊരു വയലിനാണ്. എൻ്റെ ഒരുപാട് കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു. ഞാൻ വയലിൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. നമുക്ക് വയലിൻ അൺബോക്സിങ്ങിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ഞങ്ങൾ ഈ വയലിന് കോട്ടയം തിരുനക്കരയിലുള്ള ശ്രുതി മ്യൂസിക്കൽസ് എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. വളരെ നല്ലൊരു ഷോപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ശ്രുതി മ്യൂസിക്കൽ ആയിട്ട് ബന്ധപ്പെടുക. അവരുടെ നമ്പർ നമുക്ക് ഗൂഗിളിൽ നോക്കി എടുക്കാവുന്നതാണ്. ഞങ്ങൾ നേരെ പോയി ഷോപ്പിൽ നിന്ന് മേടിക്കുകയാണ് ചെയ്തത്. ഒരുപാട് മ്യൂസിക് ഇൻസ്ട്രുമെൻസിൻ്റെ വൈഡ് കളക്ഷനൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഒരു മ്യൂസിക് ലവർ ആണെങ്കിൽ, ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ വാങ്ങാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിർബന്ധമായിട്ടും പോയിരിക്കുകയാണ്. നല്ലൊരു കടയാണ്. അപ്പോൾ നമുക്ക് വയലിൻ അൺബോക്സിങ്ങിലേക്ക് കടക്കാം. ഞാൻ പഠിച്ചു വരുന്നത് കൊണ്ട് നമ്മൾ വലിയ വിലയുടെ ഒരു വയലിനല്ല മേടിച്ചിരിക്കുന്നത്. ഒരു ആവറേജ് ബിഗിനേഴ്സ് ലേണിംഗ് ഒക്കെ പറ്റിയ ഒരു വയലിനാണ് മേടിച്ചിരിക്കുന്നത്. നമുക്കിതിന് 4600, 4900 ആ റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസ് വന്നത്. ഞങ്ങളിതിന് എക്സ്ട്രാ ഒരു 3 സ്ട്രിങ്ങും കൂടെ മേടിച്ചാൽ നമുക്കൊരു 5000-ത്തിനടുത്ത് വന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ ഒരു ബോക്സിലാണ് വയലിൻ കിട്ടുക. നമുക്ക് നല്ലൊരു ബോക്സൊക്കെ ഉണ്ട്. നമുക്ക് തോളിലൊക്കെ ഇടാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ വയലിൻ. വളരെ ഭംഗിയാണ്. ഞാനിത് വന്ന് നമ്മുടെ ബോയൊക്കെ ഉണ്ട്. ബോയിൽ ഞാൻ റോസിനൊക്കെ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വീണ്ടും കവറിലിട്ട് വെച്ചതേ ഉള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ റോസിൻ. ഈ റോസിൻ അപ്ലൈ ചെയ്യണം നമ്മുടെ ബോയിൽ. എന്നാലും നമ്മുടെ വയലിൻ്റെ സ്ട്രിങ്ങിൽ ബോ നമ്മൾ ചെയ്യുമ്പോൾ സൗണ്ട് കേൾക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് സൗണ്ടൊന്നും കേൾക്കില്ല. നമുക്ക് ബോ 2 ടൈപ്പ് കിട്ടും. ഒന്ന് നമ്മുടെ ഹോഴ്സ് ഹെയർ ഉണ്ട്, മറ്റൊന്ന് സിന്തറ്റിക് ആയിട്ടുള്ളതുണ്ട്. ഞങ്ങളുടേത് സിന്തറ്റിക്കാണ്. നമ്മുടെ റോസിന് നല്ലത് തന്നെ എപ്പോഴും യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ആ റോസിന് ഉപയോഗിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് സാൻഡ് പേപ്പർ കൊണ്ട് അതിന് മുകൾ ഭാഗം ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. അന്നേരം അത് പെട്ടെന്ന് അപ്ലൈ ആകുന്നതാണ്. ഇനി നമുക്ക് ബോ എടുക്കാം. ബോ വരുമ്പോൾ ഇങ്ങനെ അതിൻ്റെ നമ്മുടെ അതിലത്തെ ആ ഒരു നൂലുകൾ, ആ ഒരു ഹെയർസ് അതിങ്ങനെ അയഞ്ഞായിരിക്കും കിടക്കുക. നമ്മളത് മുറുക്കി വെക്കുക. ഇല്ലെങ്കിൽ നമ്മളത് എപ്പോഴും മുറുക്കി വെച്ചാൽ അതിൻ്റെ ആ ഒരു സ്വാഭാവികമായിട്ടുള്ള വളവ് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ നമ്മൾ അതിങ്ങനെ അയഞ്ഞായിരിക്കും ഇരിക്കുക. ആ സംഭവം നമ്മുടെ ആവശ്യാനുസരണം മുറുക്കി കൊടുക്കുക. നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് പിന്നെയും ലൂസാക്കി വെക്കുക. അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വയലിൻ്റെ ബോയുടെ ആ ഒരു അകത്തേക്കുള്ള ആ ഒരു കേർവിങ് നഷ്ടപ്പെടും. അടുത്തായിട്ട് നമ്മളത് പിടിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ 4 വിരലുകളുടെ ആ ഒരു വര വരുന്ന ഭാഗത്ത് വെച്ചിട്ട് നമ്മുടെ മിഡിൽ ഫിംഗറിലൂടെ നമ്മൾ തമ്പ് പിടിക്കുക. അങ്ങനെയാണ് നമുക്കിതിങ്ങനെ മുറുക്കി കൊടുക്കാം. ഇതിൻ്റെ ഈ വയലിനെ കുറിച്ചുള്ള വയലിൻ്റെ ഓരോ പാർട്സും മറ്റു കാര്യങ്ങളെക്കുറിച്ചുള്ള ഞാൻ ഒരു വീഡിയോ പിന്നീട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അൺബോക്സിങ് മാത്രമേ ഉള്ളൂ. നമുക്കിങ്ങനെ ബോ നന്നായിട്ട് മുറുക്കി കൊടുക്കാം. നല്ല മുറുക്കി കഴിയുമ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും ആ ഫ്രോഗ് എന്ന് പറഞ്ഞ ഒരു ഭാഗമാണ് ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഹെയർസ് ഇവിടെ മുറുകി നിൽക്കുന്നത്. നമ്മുടെ ബോ ഇത്രയേ ഉള്ളൂ. ഇത് പല ബോ വാങ്ങിക്കാൻ കിട്ടും. ഞങ്ങൾ ഈ വയലിൻ്റെ ഒപ്പം തന്നെ കിട്ടിയ ബോയാണ്. നമുക്ക് വേറെ ബോ എക്സ്ട്രാ മേടിക്കുകയാണെങ്കിൽ അങ്ങനെ മേടിക്കാം. നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാം. നമ്മുടെ ഇന്ത്യൻ മെയ്ഡായിട്ടുള്ള വയലിനാണ്. വേറെ ഫോറിൻ ഇമ്പോർട്ടഡ് വയലിൻസ് ഒക്കെ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. നമുക്കത് ഇഷ്ടമുള്ള കർണാട്ടിക്കിനോ വെസ്റ്റേണിനോ എന്തിനാണെങ്കിലും നല്ലതാണ്. നമുക്ക് അതനുസരിച്ച് ട്യൂൺ ചെയ്യുക. ഫൈൻ ട്യൂണറൊക്കെ യൂസ് ചെയ്ത് നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലാണെങ്കിൽ അങ്ങനത്തെ ഒരുപാട് ആപ്സ് കിട്ടുന്നതാണ്. അപ്പോൾ അവിടെ നമ്മൾ ഇത് ട്യൂൺ ചെയ്തെടുക്കുക. നമുക്കിനി ഈ റോസിൻ ബോയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മളിങ്ങനെ ഒരു 10 മിനിറ്റോളം ഇങ്ങനെ അപ്ലൈ ചെയ്യുക. നന്നായിട്ട് അപ്ലൈ ചെയ്യുക. എത്രത്തോളം നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നു അത്ര നന്നായിട്ട് നമ്മുടെ ബോയും അതിൽ വർക്ക് ചെയ്യും. അപ്പോൾ നല്ല സ്വരം നമുക്ക് ലഭിക്കും. ഞാനിപ്പം നിങ്ങൾ ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ. ഞാൻ നേരത്തെ ഇത് അപ്ലൈ ചെയ്ത് വെച്ചതാണ് റോസിൻ. നമ്മുടെ ആവശ്യാനുസരണം അപ്ലൈ ചെയ്യും. നമ്മുടെ ബോയിൽ ഇങ്ങനെ നന്നായിട്ട് അപ്ലൈ ചെയ്ത ശേഷം നമുക്കിത് മാറ്റി വെക്കാം. അടുത്തായിട്ട് നമുക്ക് വയലിൻ നമുക്ക് എടുക്കാം. ഈ വയലിൻ നമ്മൾ അവിടെ ഇങ്ങനെ ഒരു ചെറിയ ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടി അവിടെ ഇങ്ങനെ ഒരു ചെറിയ സ്ട്രാപ്പ് പോലെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സൂക്ഷിച്ച് ഓപ്പൺ ചെയ്യുക. അതിൽ നമ്മൾ സ്ട്രിങ് പൊട്ടും. ഇതാണ് നമ്മുടെ വയലിൻ വരുന്നത്. വയലിൻ 4 സ്ട്രിങ് വയലിനാണ്. GDAE എന്നുള്ള ആ ഒരു നോട്ടാണ് ഇതിൽ വരുന്നത്. നമ്മുടെ നല്ല ഫിനിഷിംഗ് ആണ് നമ്മുടെ വയലിന്. നമുക്ക് അതിന് ബോക്സ് മാറ്റിയിട്ട് വയലിൻ തന്നെ ക്ലോസ് ആയിട്ട് കാണാം. ഇതാണ് നമ്മുടെ വയലിൻ. വയലിന് ഈ സൈസേ വരാറുള്ളൂ. ഇതിൻ്റെ വലുതാണ്. വിയോല എന്ന് പറയും. അത് വലിയ ഒരു സൈസിലുള്ളതാണ്. നമ്മുടെ സെല്ലോ ഒക്കെ പോലുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഈ കാണുന്നതാണ് നമ്മുടെ ചിൻ റെസ്റ്റ്. അവിടെയാണ് നമ്മുടെ ചിൻ വരുന്നത്. അത് ലോവർ ബൗട്ട്, ഇത് മിഡിൽ ബൗട്ട്, ഇത് അപ്പർ ബൗട്ട്.
അങ്ങനെ ഇത് നമ്മുടെ ഫിംഗർ ബോർഡ് എന്ന് പറയും, അത് പെഗ് ബോക്സ്, ഇത് സ്ക്രോള്. ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസിക് പാർട്സ്. നമ്മൾ ട്യൂണിങ് പെഗ്സ് ആണ് 4 താഴത്തേന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സ്ട്രിങ്സ് ആണ്. ഇത് ജി സ്ട്രിങ്, നമുക്ക് അത് ഡി സ്ട്രിങ്, ഇത് എ സ്ട്രിങ്, ലാസ്റ്റത്തെ ഇ സ്ട്രിങ്. ഇ സ്ട്രിങ് ആണ് ഏറ്റവും തിന്നായിട്ടുള്ള സ്ട്രിങ് ആണ്, നമ്മൾ കെയർഫുൾ ആയിരിക്കുക ഉപയോഗിക്കുമ്പം. ഇത് നമ്മുടെ ബ്രിഡ്ജ്, നമ്മുടെ സ്ട്രിങ് ഇങ്ങനെ അവിടുന്ന് ഉയർന്നു നിൽക്കാൻ വേണ്ടിയുള്ളതാണ്. ഈ 2 സൈഡിലും കാണുന്ന എഫ് പോലുള്ളതാണ് എഫ് ഹോള്. ഇതാണ് നമ്മുടെ വയലിൻ്റെ ബേസിക് പാർട്സ്. ഇനി ഒരുപാട് പാർട്സൊക്കെ ഉണ്ട് കേട്ടോ, ഞാനിപ്പോൾ ഇത്രേ പറയുന്നുള്ളൂ. മറ്റൊരു വീഡിയോയിൽ ഞാൻ ഇതെല്ലാം വിവരിച്ച് പറയുന്നതാണ്. നമുക്കിതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ്. ഇങ്ങനെയാണ് നമ്മുടെ വയലിൻ വരുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ വയലിൻ. നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ ഇത് അൺബോക്സിങ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതാണ്. വെറൈറ്റിയുള്ള ഓരോ പാർട്സും നമുക്ക് സെറ്റ് ചെയ്ത് കാണിക്കാം. ജസ്റ്റ് ഞാൻ ഓരോ പാർട്സിന്റെയും കാര്യങ്ങൾ പറയാം. താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ഫൈൻ ട്യൂണേഴ്സ് എന്ന് പറയും. ഇവിടെ നമ്മൾ ഇങ്ങനെ ട്യൂൺ ചെയ്ത് ഇതിന്റെയും ഓരോ സ്ട്രിങ്സിന്റേതും നമുക്ക് കൊടുക്കാം. നിങ്ങൾ അതിന്റെ കറക്റ്റ് ട്യൂണിംഗ് നമുക്ക് വരുത്താൻ പറ്റും. ഇതിനെ മുറുക്കി കൊടുത്ത ശേഷം ഇവിടെ നമ്മൾ ഫൈൻ ട്യൂൺ ചെയ്തെടുക്കുകയാണ്. ഒരു വയലിൻ ട്യൂണർ എന്ന് പറഞ്ഞൊരു ആപ്പിന്റെ ഫൈൻ ട്യൂൺ ചെയ്ത് ലൈറ്റ് വെയിറ്റ് ആണ് വയലിൻ. നമുക്ക് ഭയങ്കര ഡെലിക്കേറ്റ് ആണ്, പെർഫെക്ഷൻ ആണ്. നമ്മൾ ഫൈൻ ട്യൂൺ ചെയ്യുകയാണ് ഇങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഇതിന്റെ കട്ടിങ്ങും കാര്യങ്ങളെല്ലാം വരുന്നത്. ഞാൻ ഒരുപാട് നമ്മുടെ വയലിന്റെ അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഇതാണ്, ഞാൻ അതാണ് സെലക്ട് ചെയ്തെടുത്തത്. ഇത് വരുന്നത് നമ്മുടെ നല്ല ഫിനിഷിംഗ് ഉള്ള വയലിനാണ്. ഞാൻ പഠിച്ചു വരുന്നത് ഹോൾഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഈ ഒരു രീതിയിലാണ് ബോ കൂടിയ ശേഷം എനിക്കറിയാവുന്ന കാര്യങ്ങൾ വീഡിയോ ഒക്കെ ആയിട്ട് പിന്നീട് അവധിക്കാലങ്ങളിലൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. SLC എക്സാം എല്ലാവരും പ്രാർത്ഥിക്കുക, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എക്സാം ഒക്കെ നന്നായിട്ട് എഴുതാനും ഒക്കെ ആയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. നമുക്ക് ഇന്നിങ്ങനെ സ്ട്രിങ് ഒരുപാട് ആടുന്നുണ്ടെങ്കിൽ നമുക്ക് അതിവിടെ നമുക്ക് മുറുക്കി കൊടുക്കാൻ സാധിക്കും. ഇടത്തെ കൈ ഒരുപാട് ആവശ്യത്തിന് മാത്രം വലത്തെ കൈയിലാണ് നമ്മള് സ്ട്രിങ് നല്ല മുറുകിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ലൈറ്റ് ആയിട്ട് സ്ട്രിങ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ സൂക്ഷിച്ച് വേണം. ഇവിടെ നമ്മുടെ ആവശ്യാനുസരണം നമ്മൾ മുറുക്കി കൊടുത്ത ശേഷം നമ്മളൊന്ന് നോക്കുക. അപ്പം ഒരു ട്യൂണർ വയലിൻ ട്യൂണൊക്കെ യൂസ് ചെയ്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക പരമാവധി. നമ്മൾ ആദ്യമായിട്ട് മുറുക്കേണ്ടതൊക്കെ നമ്മൾ ഈ രീതിയാണ്. ഇത് ഏറ്റവും ഹാർഡ് സ്ട്രിങ്, ഇത് അതിന്റെ ലൈറ്റ്. ജി സ്ട്രിങ് ആണ് ഏറ്റവും കട്ടിയുള്ള സ്ട്രിങ്. GDAE എന്നാണ് വരുന്നത്. ഈ ഇ സ്ട്രിങ് ആണ് ഏറ്റവും കട്ടി കുറഞ്ഞ സ്ട്രിങ്. നമ്മളിത് കാണാൻ പോലെ എനിക്കറിയില്ല. ഈ സ്ട്രിങ്ങിനാണ് ഏറ്റവും കട്ടി കുറവ്. നമ്മളതുകൊണ്ട് ഈ സ്ട്രിങ് സൂക്ഷിക്കുക. ഈ 2 സ്ട്രിങ്സ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത്. ഇത് അങ്ങനെ പൊട്ടുന്നതല്ല. ഞാൻ എക്സ്ട്രാ സ്ട്രിങ് വെച്ചിട്ടുണ്ട്. മറ്റ് സ്ട്രിങ്സ് ഒക്കെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഏറ്റവും അവസാനം ട്യൂൺ ചെയ്യുക. സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാത്തവര് ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോയിലൂടെ പിന്നെയും കാണാം.